ഞാനിപ്പം സാറിന്റെ ഫസ്റ്റ് ക്ലാസ് മുതൽ കേട്ട് തുടങ്ങിയതാ സെൽഫ് എൻക്വയറി എന്ന് പറയുന്ന ഒരു പ്രോസസ്സ്. അപ്പോൾ പക്ഷേ ഞാൻ എൻ്റെ ഒരു ലൈഫ് എടുക്കുവാണെങ്കിൽ ഒരു ഒരു 7-8 വർഷം മുന്നേ എന്ത് ചെയ്താലും എനിക്കൊരു ഇതല്ല 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 ഞാൻ ഇതല്ല എനിക്കിതല്ല വേണ്ടതെന്നുള്ളൊരു തോന്നൽ എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. ചെയ്തുകൊണ്ടിരുന്ന എല്ലാ കാര്യങ്ങളും പുറത്തോട്ട് തന്നെയായിരുന്നു. എനിക്കൊരിക്കലും ഉള്ളിലോട്ട് നോക്കാനൊന്നും തോന്നിയിട്ടില്ല. നമ്മളെ ശരിക്കും പറഞ്ഞാൽ ഒരു ഗൈഡൻസ് തന്നെ എനിക്ക് കിട്ടി തുടങ്ങിയത് ശരിക്കും മൈൻഡ് പ്ലസിൽ തുടങ്ങിയ ഒരു സമയത്താണ്. അപ്പൊ മൈൻഡ് പ്ലസിൽ ആ സമയത്തൊക്കെ എൻ്റെ ഉള്ളിൽ ശരിക്ക് ഇഷ്ടംപോലെ തോട്ട്സ് ആയിരുന്നു. ചിന്തകൾക്ക് മേലെ ചിന്തകൾ, ഒരു ചിന്തയുടെ പുറകെ ഞാനങ്ങ് പോകും. അപ്പൊ ഈ ചിന്തകൾ എന്നെ കൊണ്ട് എവിടെയൊക്കെയോ കൊണ്ടുപോകും. ഞാൻ അതിന്റെ പിറകെ പോകും. ഒരുപാട് സഫറിങ്സ്, അങ്ങനെ ഇങ്ങനെ സഫറിങ്സ് ഒരുപാട് വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് തന്നെ മനസ്സിലായി, ഈ സഫറിങ്സ് എന്നൊരു രക്ഷപ്പെടൽ എനിക്ക് വേണ്ടേ. പക്ഷെ ഇപ്പൊ ഒരു പൂ ചോദിച്ചപ്പം ഒരു പൂന്തോട്ടം കിട്ടിയ ഒരു ഫീലിംഗ് ആണ് എനിക്കിപ്പോ ഉള്ളത്. ശരിക്ക് ഇന്ന് ഈ ക്വസ്റ്റ്യൻസ് എല്ലാം ഞാൻ സാറിനോട് ചോദിച്ച് സാറിനെ ഒത്തിരി കഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. സാർ എന്നെ ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഓരോ സമയത്തും സാർ എന്നെ കൊണ്ട് എത്തിക്കുന്നത് സെൽഫ് എൻക്വയറി തന്നെയാണ്. പക്ഷെ അത് തന്നെയാണ് കറക്റ്റ് ആയിട്ടുള്ള, അതല്ലാതെ വേറൊരു സൊല്യൂഷൻ ഇല്ല. സെൽഫ് എൻക്വയറി ശരിക്കും പറഞ്ഞ ഒരു ഒറ്റമൂലിയാണെന്ന് ഞാൻ എൻ്റെ ഒരു 2 വർഷത്തെ ഒരു എൻക്വയറിയിൽ കൂടെ, പക്ഷെ തുടക്കത്തിലൊന്നും ഞാൻ ഇപ്പൊ ചെയ്യുന്ന ഒരു ഇന്റൻസിറ്റിയിലൊന്നും ചെയ്തിരുന്നില്ല. ചെയ്താലൊട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. പക്ഷെ എനിക്ക് വേണമായിരുന്നു അത്. കാരണം എനിക്ക് സഫറിങ്സ് ഒട്ടും എനിക്ക് ഇതല്ലാന്ന് എനിക്ക് അറിയായിരുന്നു. അപ്പം ഞാൻ എനിക്കറിയില്ല, എന്തോ ഒരു ദൈവാധീനമാണ്. ദൈവം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാലൊട്ട് മുഴുമിപ്പിക്കാൻ പറ്റത്തുമില്ല. പക്ഷെ എന്താണെന്നറിയില്ല. ഞാൻ എന്തായാലും എന്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുവാണ്. ശരിക്കും പറഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻസിലൂടെയൊക്കെ പോയപ്പം ഞാൻ എൻ്റെ ഒരു പഴയ 2 വർഷത്തെ മുന്നേ ഉള്ള കാര്യമാണ് ആലോചിച്ചത്. ശരിക്കും സ്പിരിച്വാലിറ്റിയും മെറ്റീരിയലിസ്റ്റിക് വേൾഡ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ രണ്ടും രണ്ടല്ല. നമ്മളങ്ങ് ജീവിക്കുകയല്ലേ ഈ ലോകത്ത്. നമ്മൾ ജീവിക്കുമ്പം അതിന് പ്രത്യേകിച്ച് സ്പിരിച്വാലിറ്റിന്നോ ഹൂവാമൈന്നോ സെൽഫ് എൻക്വയറിന്നോ എന്നുള്ളൊരു പേരൊന്നും കൊടുക്കാതിരുന്നു കഴിഞ്ഞാൽ തന്നെ നമ്മൾ ചെയ്യേണ്ടുന്ന ഒരു കാര്യമാണത്. അതിനൊരു പേര് കൊടുക്കുമ്പോഴാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ അത് കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആകുന്നത് എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. നമ്മൾ ശരിക്ക് എന്താണെന്ന് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് നമ്മളുമായിട്ട് ഇടപെടുന്ന ആൾക്കാരിലായാലും അനുഭവങ്ങളിലായാലും സിൻസിയർ ആയിട്ടുള്ള ഒരു രീതിയിൽ കാര്യങ്ങൾ കൊടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പം ഈ ശരിക്കും പറഞ്ഞാൽ ഇത് രണ്ടല്ല, ഇത് രണ്ടും പാരലി കൊണ്ടുപോകേണ്ട ഒരു കാര്യമാണ്. അത്രയും സിൻസിയർ ആയിട്ട് പറയുവാണ്. നമുക്ക് എല്ലാവർക്കും പറ്റുന്ന ഒരു കാര്യമാണ്. കാരണം അത്രത്തോളം സിമ്പിൾ ആണ്. നമ്മുടെ ചിന്തകളാണ് നമ്മൾ അത് കോംപ്ലിക്കേറ്റഡ് ആക്കുന്നത്. നമ്മൾ ഒരു ചിന്ത വരുമ്പോൾ ആ ചിന്തയുടെ പുറകെ പോവരുത്. നമ്മൾ ആ ഒരു ചിന്ത വന്നെന്നുള്ളൊരു അറിവ് മാത്രം മതി. ആ ചിന്തയുടെ പുറകെ നമുക്ക് പോകാൻ തോന്നത്തില്ല. പിന്നെ എനിക്കും തോന്നിയിട്ടുള്ള കാര്യമാണ്, ഈ നമ്മള് എല്ലാം ഫാമിലിയും വീടും ജോലിയും എല്ലാം ഉപേക്ഷിച്ച് പോവോ, നമുക്ക് ഒന്നിനോടും ഒരു താല്പര്യം ഇല്ലാതാവോ, അങ്ങനെയൊന്നും ഇല്ല ശരിക്കും പറഞ്ഞാല്. ഞാൻ കഴിഞ്ഞ ദിവസം മെനങ്ങാന്ന് ഞാൻ മൈൻഡ് പ്ലസ് രാവിലെ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞ ഉടനെ എനിക്ക് വീട്ടിൽ നിന്ന് അച്ഛന്റെ കോള് വന്നിട്ട് പറഞ്ഞു, അച്ഛൻ എനിക്ക് രാത്രി ഉറങ്ങാൻ പറ്റിയില്ല, അപ്പം എനിക്ക് സുഖമില്ല, നീ ഡോക്ടറിനെ വിളിക്കണം, വരണം എന്ന് പറഞ്ഞു. ആ ഒരു സമയത്ത് എനിക്കൊരു എന്ന് പറഞ്ഞ ഒരു ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡേ ഉള്ളൂ. എനിക്ക് ആ ഒരു ചെറിയൊരു ഇത് വന്നു. പക്ഷെ ഞാൻ അത് അറിഞ്ഞു. ഇനി ഞാൻ ആ സമയം മറ്റത് ഞാൻ ഇവിടെ വീട്ടില് ഒരു വെള്ളപ്പൊക്കം ഉണ്ടാക്കും. അയ്യോ എൻ്റെ അച്ഛന് വയ്യ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഇവിടെ ബഹളം ഉണ്ടാക്കിയിട്ടായിരിക്കും പോകുന്നത്. ഇവിടെ ഞാൻ അത് മോൻ സ്കൂളിൽ പോകുന്ന ഒരു ടൈമായിരുന്നു. അപ്പം അവനെ ഞാൻ സമാധാനമായിട്ട് സ്കൂളിൽ ഹസ്ബൻഡ് കൊണ്ടുവിടാനായിട്ട് ഇറങ്ങി. ഞാൻ കാർ എടുത്ത് ഞാൻ വീട്ടിൽ പോയി. പിന്നെ അവിടെ ചെന്നപ്പോൾ അച്ഛൻ ആദ്യം ഞാൻ ഓക്സിമീറ്റർ വെച്ചിട്ട് ഇത് SpO2 ഓക്സിജൻ ലെവൽ നോക്കി, ഷുഗർ നോക്കി. പിന്നെ ഡോക്ടറിനെ, ഞങ്ങളുടെ റിലേറ്റീവ് ഡോക്ടറിനെ വിളിച്ച് നോക്കി. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇന്ന ടെസ്റ്റുകളൊന്നും ചെയ്ത് നോക്കി, ഇപ്പോൾ ഹോസ്പിറ്റലൊന്നും പോകണ്ട, ആളിപ്പം ഓക്കെ ആണെങ്കിൽ ഒന്നും ചെയ്യണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അത് ടെസ്റ്റ് ചെയ്തു. 1 മണിക്കൂർ കഴിഞ്ഞ് റിസൾട്ട് വന്നു. അതിൽ ഓക്കെ ആയിരുന്നു, വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പൊ അച്ഛൻ അന്ന് ഉറങ്ങാൻ പറ്റാത്തതിൻ്റെതായ ബുദ്ധിമുട്ട് അച്ഛന് ആ പ്രായമായതിൻ്റെ തോന്നിയതാണ്. പക്ഷെ എനിക്ക് ആ സമയത്ത് ഞാൻ അച്ഛൻ്റെ കൂടെ ഇരുന്നപ്പോഴേ എനിക്ക് ഒരു ടെൻഷനും തോന്നിയില്ല. മാത്രമല്ല ടെൻഷൻ ആയിട്ടിരുന്ന അച്ഛനെ എനിക്ക് കൂളാക്കാൻ പറ്റി എന്നുള്ളതാണ്. മറ്റത് ഞാനാണ് എൻ്റെ ടെൻഷൻ കാരണം ഇവരൊന്നും എന്നോട് പറയത്തില്ലായിരുന്നു. പക്ഷെ ഇപ്പം എനിക്ക് ആ ഒരു മാറ്റമാണ് അറിയാൻ പറ്റുന്നത്. പണ്ടത്തെ ഞാനാണെങ്കിലും ഞാൻ ഇങ്ങനെയല്ല ചെയ്യുന്നത്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ എന്നിൽ ആ ഈഗോ ആണ് അന്നെല്ലാം വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പൊ സെൽഫ് എൻക്വയറിയിലൂടെ സാറിന്റെ ഒക്കെ അനുഗ്രഹമാണ് സത്യം പറഞ്ഞാല്. എനിക്കറിയത്തില്ല, നമുക്ക് ഉള്ളിൽ അറിയാതെ വരുവാണ് ഈ ഒരു ഒന്നിനോട് അറ്റാച്ച്ഡ് അല്ല. നേരത്തെ ഞാൻ എല്ലാത്തിലും അറ്റാച്ച്ഡ് ആയിരുന്നു. ആ ഒരു നോൺ അറ്റാച്ച്മെന്റ് ശരിക്കും പറഞ്ഞാൽ ഫീൽ ചെയ്യുന്നത്. നോൺ അറ്റാച്ച്മെന്റ് കാരണം നമ്മൾ മാത്രമല്ല രക്ഷപ്പെടുന്നത്,
നമ്മുടെ കൂടെയുള്ളവരെ രക്ഷപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മളിതൊന്നും ഇട്ടറിഞ്ഞിട്ട് പോകത്തില്ല. ആക്ച്വലി അവരെ രക്ഷപ്പെടുത്തുകയാണ്, അവരെയും ഫ്രീ ആക്കി വിടുവാണ്. പിന്നെ ഓഫീസിലെ കാര്യം ഇപ്പം നമ്മൾ ഓഫീസിലൊരു ഫയൽ നോക്കണം. ഞാനിപ്പം വിജിലൻസിന്റെ വിങ്ങിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ വിജിലൻസിന്റെ ഒരു നേച്ചർ വെച്ചിട്ട് നമ്മൾ ഒരു കാര്യത്തിന് എനിക്ക് എല്ലാ കാര്യങ്ങളും ഇങ്ങനെ സംശയത്തോടെ നോക്കാൻ ഭയങ്കര പ്രയാസമായിരുന്നു. പക്ഷേ ഇപ്പൊ സംശയത്തോടെ അല്ല നോക്കാനുള്ളത്, പക്ഷെ ഒരു ഫയൽ നോക്കുമ്പോഴായാലും എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, ആ ഒരു ഫയലിൽ കണ്ടുപിടിക്കേണ്ട കാര്യങ്ങൾ എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ട് സാർ. അത് എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോഴും ഞാൻ അറിയുവാണ് ശരിക്കും ഞാൻ അവിടെ വർക്ക് ചെയ്യുന്നത്. എൻ്റെ ബോഡിയും എൻ്റെ മൈൻഡും ശരിക്കും ആ ഒരു ശക്തിയുടെ എനിക്കിപ്പോ ഇത് പറയുമ്പോൾ എൻ്റെ കയ്യിലൊക്കെ രോമാഞ്ചം വരുവാണ്. വർക്ക് ചെയ്യുന്ന ഞാനല്ല, വേറെ ഏതോ ഒരു ശക്തി എന്നിലൂടെ വർക്ക് ചെയ്യുന്നെന്നുള്ളൊരു ഫീലിംഗ് പലപ്പോഴും തോന്നാറുണ്ട് ഓരോരോ എക്സ്പീരിയൻസിൽ. വീട്ടിലായാലും ജോലിയിലായാലും നമ്മൾ ഇടപെടുന്ന ഏത് ആൾക്കാരിലായാലും ശരി, ഈ ഒരു സെൽഫ് എൻക്വയറി കൊണ്ട് നമുക്കും നമ്മുടെ കൂടെ ഉള്ളവർക്കും ഗുണം മാത്രമേ ഉണ്ടാവത്തുള്ളൂ. ഒരു കാര്യങ്ങളോടും വിരക്തിയൊന്നുമില്ല. പണ്ട് ഞാൻ വീഡിയോ എടുക്കുമായിരുന്നു, ഇപ്പോഴും എടുക്കും. പണ്ട് ഫോട്ടോ എടുക്കുമായിരുന്നു, പാർലറിൽ പോവും, ഇപ്പോഴും അതെല്ലാം ചെയ്യുന്നുണ്ട്. ഒരുപാട് ആസ്വദിച്ച് ചെയ്യുന്നുണ്ട്. പക്ഷെ ഒന്നിനോടും എനിക്ക് അറ്റാച്ച്മെന്റ് ഇല്ല. ഇപ്പൊ മോന് കഴിഞ്ഞ ദിവസം ഒരു എക്സാം യൂണിറ്റ് ടെസ്റ്റ് നടക്കുമായിരുന്നു. അപ്പൊ യൂണിറ്റ് ടെസ്റ്റിന് പണ്ടൊക്കെ ഞാനൊരു മോൾ എപ്പോഴും പറയും, അമ്മ ഇതൊക്കെ മൈൻഡ് പ്ലസ് ജോയിൻ ചെയ്തതിന് ശേഷം ഞാൻ ജനിച്ചാൽ മതിയായിരുന്നു എന്ന് പറയും. അവൾക്ക് പണ്ട് കിട്ടിയിരുന്ന അടിയുടെ പകുതി പോയിട്ട് ഒന്നുപോലും ഞാൻ മോന് കൊടുക്കുന്നില്ല എന്ന് അവളുടെ എപ്പോഴത്തെ കംപ്ലൈന്റാ. പണ്ടൊക്കെ ഞാൻ അവളെ എക്സാമിന് വിടുന്ന സമയത്ത് വന്നു കഴിഞ്ഞാൽ ഓടി വന്ന് നോക്കും, എന്തൊക്കെ ക്വസ്റ്റ്യൻ ചോദിച്ചു, ഞാൻ പഠിപ്പിച്ചതൊക്കെ തന്നെയാണോ ചോദിച്ചത്, നീ ഇത് എഴുതിയോ, നിനക്ക് എത്ര മാർക്ക് കിട്ടും, എത്ര മാർക്ക് കുറയും, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചുകൊണ്ടിരുന്നു. പക്ഷെ ഇപ്പം ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ശരിക്കും സിൻസിയർ ആയിട്ട് പറയുക സാർ, ഞാൻ പഠിപ്പിക്കും, അവൻ പോയി പരീക്ഷ എഴുതും, ക്വസ്റ്റ്യൻ പേപ്പർ പോലും എനിക്ക് നോക്കാൻ വെപ്രാളം ഇല്ല. അവൻ മാർക്ക് കൊണ്ടുവരും, അവന്റെ മാർക്ക് കിട്ടാറുണ്ട്. എനിക്ക് 1.5 മാർക്കല്ല 5 മാർക്ക് പോയാലും എനിക്ക് വിഷമമില്ല. അവൻ പഠിച്ചോ പഠിച്ചില്ലേ, എനിക്ക് പഠിപ്പിക്കാൻ പറ്റിയോ എന്നുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ നോക്കാറുള്ളൂ. എനിക്ക് തോന്നാറില്ല ക്വസ്റ്റ്യൻ പേപ്പറിനോട് അറ്റാച്ച്മെന്റ് ഇല്ല. ഞാൻ പഠിപ്പിച്ച ക്വസ്റ്റ്യൻ ആണോ വരുന്നതെന്ന് തോന്നാറില്ല. എന്റെ ജോലി ഞാൻ ചെയ്യും. എന്തെങ്കിലും ഇപ്പൊ ഓഫീസിൽ ഇപ്പൊ എന്തെങ്കിലും ഒരു തിരക്ക് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന സമയത്ത് നമുക്ക് വരാൻ പറ്റില്ല. പക്ഷെ ഞാൻ അവനോട് പറയും, ഇന്ന കാര്യങ്ങൾ ചെയ്ത് വെക്കണം എന്ന് പറയും. അവനത് ചെയ്യാറുമുണ്ട്. വിചാരിച്ച കാര്യം എനിക്ക് ചെയ്തില്ലെങ്കിൽ എനിക്ക് അതിലൊരു വിഷമവും ഇല്ല. കാരണം എനിക്ക് പറ്റുന്നൊരു കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നുണ്ടെന്നുള്ളൊരു തോന്നലുണ്ട്. അപ്പൊ നമ്മൾ എത്രത്തോളം സിൻസിയർ ആണോ ആ ഒരു സിൻസിയറിറ്റിയോടുകൂടി നമ്മൾ ജോലി ചെയ്ത് മുന്നോട്ട് പോവുക. എത്ര നാൾ കാണും നമ്മൾ ഈ ലോകത്ത് ജീവിക്കാനായിട്ട്? വളരെ കുറച്ച് നാളെ കാണത്തുള്ളൂ. അപ്പം അത്രയും നാൾ നമ്മൾ സഫറിങ്സിൽ കൂടെ വിഷമത്തോടുകൂടി ജീവിക്കണോ അതോ സന്തോഷത്തോടെ ജീവിക്കണോ എന്നുള്ള നമ്മുടെ ചോയ്സാണ്. നമ്മൾ ജേർണി വിത്തിന് അറ്റൻഡ് ചെയ്യണം, റിട്രീറ്റ് അറ്റൻഡ് ചെയ്യണം, ഒക്കെ നമ്മുടെ ചോയ്സാണ്. ചോയ്സ് നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ അത് ചെയ്യേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. നമ്മളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, നമുക്ക് സഫർ ചെയ്യാൻ വയ്യാന്നുണ്ടെങ്കിൽ, നമുക്ക് നന്നായിട്ട് ജീവിക്കണമെങ്കിൽ, നമ്മുടെ ഫാമിലിയെ രക്ഷപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ, നമുക്ക് നല്ല ജോലി നന്നായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ, നമ്മുടെ ലക്ഷ്യങ്ങൾ അച്ചീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒക്കെ നമ്മൾ സെൽഫ് എൻക്വയറി മാത്രമേ ഉള്ള ഒരു സൊല്യൂഷൻ. ഏറ്റവും നന്നായിട്ട് ജീവിക്കാൻ പറ്റും സാർ. ഞാൻ അതിന് വലിയൊരു ഉദാഹരണമാണെന്ന് എനിക്ക് പറയാൻ പറ്റും. അങ്ങനെ പറയുന്ന ഈഗോ ആണെങ്കിൽ പോലും. പക്ഷേ ഒരുപാട് പേർക്ക് ഉണ്ടാവുന്ന ഒരു സംശയങ്ങളിൽ നിന്ന് മാറാൻ പറ്റത്തില്ല. അപ്പൊ എനിക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ഈ ലോകത്തിലുള്ള എല്ലാ മനുഷ്യർക്കും ചെയ്യാൻ പറ്റും. കാരണം ഞാൻ എല്ലാത്തിന്റെ ഒരു എക്സ്ട്രീം ആയിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ. പക്ഷെ എൻ്റെ ഒരു ലോങ്ങിങ്, അതിന് വേണം എന്നുള്ളൊരു തോന്നല് എനിക്ക് അത്രത്തോളം ആയിരുന്നു. കാരണം എനിക്ക് ഒട്ടും വയ്യായിരുന്നു, എനിക്ക് സഫർ ചെയ്യാനായിട്ട് വയ്യായിരുന്നു. ആ സഫറിങ്സ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ തുടങ്ങിയതെങ്കിലും എനിക്ക് ശരിക്കും നല്ലൊരു ജീവിതം കാണിച്ചു തന്ന സാറ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഈ ഒരു ജേർണി വിത്തിൻ ക്ലാസ്സിലൂടെ നമ്മളെല്ലാം രക്ഷപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഈ ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു ഗൈഡൻസ്, അത് എന്ത് സെൽഫ്ലെസ് ആയിട്ടാണ് ഞാൻ സാറ് സർവീസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ഫീസ് പോലും വാങ്ങുന്നില്ല. നമുക്ക് എത്ര സമയമാണ് സാർ ഈ ഒരു സ്ലൈഡ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കുന്നത്? ഗൂഗിൾ ഫോം വാങ്ങുന്നു, ക്വസ്റ്റ്യൻസ് വാങ്ങിക്കുന്നു, ഓരോരുത്തരുടെ ക്വസ്റ്റ്യൻ മേൽ സാർ വർക്ക് ചെയ്യുന്നു. ഇതൊക്കെ തന്നെ നമുക്ക് ഭാഗ്യമാണ് ശരിക്ക്. അപ്പൊ നമ്മൾ ആ കിട്ടുന്ന ഭാഗ്യം യൂസ് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. ഞാൻ ഒത്തിരി സമയം എടുത്തു സാർ, പക്ഷേ താങ്ക് യു സോ മച്ച് സാർ. താങ്ക് യു ഓൾ, എന്നെ കേട്ട എല്ലാവർക്കും.